Welcome to Mahimas cooking class. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് ഡിഷായ ഹൈനനീസ് ചിക്കൻ്റെ റെസിപ്പിയാണ്. ഹൈനനീസ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കനെ ഒന്ന് പോച്ച് ചെയ്തെടുക്കണം. അപ്പോൾ പോച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് പോട്ടിലേക്ക് ഇൻഗ്രീഡിയൻസും ചിക്കനും എല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ചിക്കൻ ഇടുന്നതാണ്. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്യാം. പോട്ടൊന്ന് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3-4 തണ്ട് സ്പ്രിംഗ് അനിയൻ നമുക്ക് യൂസ് ചെയ്യാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. തണ്ട് ഇച്ചിരി വലുതായിട്ടിടാം. ചൂടായ എണ്ണയിലേക്ക് 1.25 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് തന്നെ വെളുത്തുള്ളി, 1.25 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് തന്നെ ഇഞ്ചി, പിന്നെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സ്പ്രിംഗ് അണിയനൂടെ ചേർക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത്രയും വഴന്നാൽ മതി. ആ പച്ചമണം മാറി നല്ലൊരു മണം വരുമ്പോൾ അതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഒരു 3.5 ലിറ്റർ വെള്ളം ചേർക്കും. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സ്പ്രിംഗ് അണിയനും കൂടെ ഇതിനകത്തേക്ക് തന്നെ ചേർക്കാം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് സോൾട്ട് കൂടെ ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചിക്കൻ്റെ കുറച്ച് ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. ആ ഫാറ്റ് നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കും. ചിക്കൻ നമുക്ക് വേണ്ടത് ഇതേപോലെ സ്കിന്നുള്ള ചിക്കനാണ്. സ്കിന്നില്ലാത്ത ചിക്കൻ ഈ ഒരു കുക്കിങ്ങിന് കൊള്ളത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെയുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുക. ഇതേപോലെ കുറച്ച് എക്സസ് ഫാറ്റ് റിമൂവ് ചെയ്യുക. ഇതേപോലെ കഴുത്തിൻ്റെ അവിടെയും കുറച്ച് എക്സസ് ഫാറ്റ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഈ ചിക്കനെ ഇതിനകത്തിട്ട് പോച്ച് ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും ചൂടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, ഒട്ടും ചൂട് പാടില്ല. ഇത് ഫുള്ളായിട്ട് ഇമ്മേഴ്സ്ഡ് ആയിട്ട് കിടക്കണം. നമ്മളെല്ലാം വഴറ്റിയ ശേഷം സാധാരണ വെള്ളം നമ്മൾ റൂം ടെമ്പറേച്ചർ വാട്ടറാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒട്ടും ചൂടില്ല. ചിക്കൻ ഇട്ട ശേഷം വേണം അത് ചൂടായി വരാനായിട്ട്. ഇനി ഇത് ഓണാക്കാം. ചിക്കൻ എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ചിക്കൻ്റെ മേലെ നന്നായിട്ട് വെള്ളം ഉണ്ടാവണം. ഞാൻ ഏകദേശം ഒരു 3.5 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ മൊത്തം ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നല്ലൊരു തിള വന്നു കഴിയുമ്പം തീ കുറച്ച് 30 മിനിറ്റ് കുക്ക് ചെയ്യും. അപ്പോൾ അത് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ എടുത്തു വെച്ചേക്കുന്ന ഫാറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് റൈസിന് വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ പീസസ് ആക്കുക. നമ്മൾ ഫാറ്റ് എല്ലാം ചോപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇത് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഫാറ്റിൻ്റെ ആവശ്യം. അപ്പോൾ അത് ഒരു ചെറിയ ബോളിലേക്ക് ഇപ്പം മാറ്റാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കും വേണം. അപ്പോൾ അതുവരെ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. ചിക്കൻ ഒരിക്കലും നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ അങ്ങനെ അധികം നേരം വെക്കത്തില്ല. കുറച്ച് സമയം വെക്കുമ്പോൾ അരമണിക്കൂർ കൂടുതലാണെങ്കിൽ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ കവർ ചെയ്ത് വെക്കുക. ഇപ്പം നല്ല തിള വന്നു. ഇനിയും തീ കുറച്ച് വെക്കാം. തീ കുറച്ച് 30 മിനിറ്റ് കുക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചിക്കൻ്റെ മേലെ വെള്ളം ഉണ്ടാവണം. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ നല്ലൊരു തിള വന്ന ശേഷം തീ കുറച്ച് നമ്മൾ ഒരു 30 മിനിറ്റോളം തുറന്ന് വെച്ച് കുക്ക് ചെയ്തു. അതിനുശേഷം അടച്ച് ഒരു 20 മിനിറ്റ് കൂടി ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. റൈസ് കുക്ക് ചെയ്യാനായിട്ട്
നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ ഫാറ്റാണ്. ഇപ്പോൾ ചെറിയ ഫ്ലെയിമിലിടുക. അപ്പോൾ ഇതിനകത്ത് ഈ ഫാറ്റ് ഉരുക്കി നമുക്ക് ഇങ്ങനെ എണ്ണ പോലെ തെളിഞ്ഞ് കിട്ടും, ഫാറ്റ് കിട്ടും. അപ്പം അതിൽ വേണം നമ്മൾ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതാണ് ഈ ഹൈനീസ് ചിക്കൻ റൈസിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഫാറ്റ് ഉരുകി നമുക്കൊരു ഇത്രയും മെൽറ്റഡായിട്ട് ഫാറ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഫ്ലേവർ ചെയ്യാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയനും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു മണം വരണം. ഇപ്പം വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വന്നു കഴിയും, പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. അപ്പോൾ റൈസ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജാസ്മിൻ റൈസാണ്. ജാസ്മിൻ റൈസോ ബസ്മതിയോ നമുക്ക് ഉപയോഗിക്കാം. ജാസ്മിൻ റൈസ് ഇതേപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ലോങ് ഗ്രെയിൻ നല്ലൊരു മണമുള്ള അരിയാണ്. ഇതിന് പകരം നമുക്ക് ബാസ്മതി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് 1.5 കപ്പ് റൈസ് എടുത്തേക്കുന്നത്, അതിനകത്തേക്ക് ചേർക്കാം. ഇത് 1-2 പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റാണ് എടുക്കുന്നത്. ഈ റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ലൊരു ഫ്ലേവറുള്ള അരിയാണ്, നമ്മുടെ ബസ്മതി പോലെ തന്നെ നല്ലൊരു മണമുള്ള അരിയാണ് ജാസ്മിൻ റൈസ്. നമ്മളിങ്ങനെ വറുക്കുന്നത് ഈ റൈസിലെ സ്റ്റാർച്ച് പോകാനും കൂടിയാണ്. ഒത്തിരി ഇങ്ങനെ ഒട്ടിയിരിക്കാണ്ട് നല്ല വിട്ട് കിട്ടാൻ, ഫ്ലഫി ആയിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ അരി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത്. 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ചേർക്കാം. ഞാൻ 1.5 കപ്പ് റൈസാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിനകത്തുനിന്ന് ചേർക്കാം, സ്റ്റോക്ക് ചേർക്കാം. ഞാൻ 3 കപ്പ് വെള്ളം ചേർത്തു. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ 3 കപ്പ് വെള്ളം ചേർത്തു. നമ്മൾ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ചേർത്തു. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ സ്റ്റോക്കിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഇടുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പൊടിക്ക് ഉപ്പ് കുറവാണ്. മേ ബി ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പിട്ടാൽ മതിയാവും. നല്ലതായിട്ട് തിള തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. ചെക്ക് ചെയ്യാം, വെള്ളമെല്ലാം പറ്റി. ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം പറ്റി, ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഹൈനനീസ് ചിക്കൻ നമ്മൾ സെർവ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ കുറച്ച് കോണ്ടിമെൻറ്റ്സ് സെർവ് ചെയ്യും, ചില സോസുകൾ സെർവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചില്ലി സോസ് ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലീസ് ശരിക്കും ട്രഡീഷണലി നല്ല ഫ്രഷ് റെഡ് ചില്ലീസാണ് ഉപയോഗിക്കുന്നത്. നമുക്കത് കിട്ടാത്തതുകൊണ്ട്, കേരളത്തിൽ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡ്രൈ ചില്ലീസാണ് ഉപയോഗിക്കുന്നത്. ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. സീഡ്സ് വേണേൽ കുറച്ച് റിമൂവ് ചെയ്യാം, എരിവ് അധികം വേണ്ടെങ്കിൽ. പക്ഷേ ഇതിന് ഇച്ചിരി എരിവുള്ളതാണ് നല്ലത്, കാരണം ഇത് ഇച്ചിരി ബ്ലാൻഡ് ആയിരിക്കും, ചിക്കൻ ഇച്ചിരി ബ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ സോസ് ഇച്ചിരി സ്പൈസി ആയിട്ടായിരിക്കും നല്ലത്. ഇതിലേക്ക് 1 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചില്ലീസ് ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ഫ്രഷ് ചില്ലീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നേരെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇച്ചിരി ചൂട് ചിക്കൻ സ്റ്റോക്ക് കൂടെ ഒഴിച്ച് അടിച്ച് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഡ്രൈ ചില്ലി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തന്നെ ഒന്ന് കുക്ക് ചെയ്ത് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കുക. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ മുളക് സോഫ്റ്റ് ആകുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തു. ഇനി നമുക്കിന്ന് അരച്ചെടുക്കാം. ആ സ്റ്റോക്ക് നമുക്ക് വേണ്ട വരും, തന്നെ ആദ്യം അരയ്ക്കാം.
ഇതേപോലെ കോഴ്സായിട്ട് അരച്ചെടുത്തു. ഇത്തിരി സ്മൂത്തായിട്ടില്ല. ഇനി നമുക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ കുറച്ച് ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്, ബാക്കിയുള്ള സ്റ്റോക്ക് ഒഴിക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ സ്റ്റോക്ക് എടുത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാനായി. ഇതിപ്പം ഇത്രയും തിക്നെസ് ഉണ്ട്, കുറച്ചും കൂടെ ഒന്ന് അയണം. പിന്നെ അതൊക്കെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്ക് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് 4 ടീസ്പൂൺ വിനീഗർ, ഇതിലേക്ക് പാം ഷുഗറോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ചേർക്കാം. 2 ടീസ്പൂൺ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് സെസമി ഓയിലും കൂടെ ചേർക്കാം. 2 ടീസ്പൂൺ സെസമി ഓയിൽ. എള്ളെണ്ണയാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ ചില്ലി സോസ് റെഡിയായി. നമ്മുടെ ചില്ലി സോസ് റെഡിയാണ്. ഒരു ബൗളിലേക്ക് ഒഴിക്കും. നമ്മുടെ ഒരു കോണ്ടിമെൻറ്റ് റെഡിയാണ്. അടുത്ത കോണ്ടിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രിംഗ് അണിയനും ഇഞ്ചിയും വേണം. അപ്പോൾ അത് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പ്രിംഗ് അണിയനും ജിഞ്ചറും കൂടെ ചേർക്കുന്ന ഈ കോണ്ടിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ഒരു കോണ്ടിമെൻ്റാണ്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കോണ്ടിമെൻറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നന്ന ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക സ്പ്രിംഗ് അണിയൻ. ഏകദേശം ഒരു 5-6 സ്റ്റോക്കാണ് എടുത്തേക്കുന്നത്. തണ്ട് സ്പ്രിംഗ് അണിയൻ എടുത്തേക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ചേർക്കാം. പൊടിയായിട്ട് തന്നെ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് തന്നെ ചേർത്തു. 1 ടീസ്പൂൺ ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തുടങ്ങും. നന്നായിട്ട് ഞെരിടുക. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ആ ഉപ്പ് ഇതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി റബ്ബ് ചെയ്ത് വേണം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതിലേക്ക് കുറച്ച് നല്ല ചൂട് എണ്ണ വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ. അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടാവണം. നമ്മൾ ഈ ഒരു മിക്സ്ചർ കുക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് നല്ല തിളച്ച എണ്ണ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ചൂടാവണം. ഇതേപോലെ പുകയാൻ തുടങ്ങി, സ്മോക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചേർത്തത് സൺഫ്ലവർ ഓയിലാണല്ലോ, അത് ഫ്ലേവർലെസ് ഓയിലാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് സെസമി ഓയിലും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ അടുത്ത കോണ്ടിമെൻ്റായ ജിഞ്ചർ ആൻഡ് സ്പ്രിംഗ് അണിയൻ ഓയിൽ അതും റെഡിയാണ്. അടുത്ത ബൗളിലേക്ക് ഒഴിക്കാം. നമ്മൾ അടുത്ത കോണ്ടിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോയ സോസിൻ്റെ ഒരു മിക്സറാണ്. അതിന് വേണ്ടിയിട്ട് ഫ്ലേവേർഡ് സോയ സോസ് പോലെ. അപ്പം അതിനായിട്ട് കുറച്ച് സോയ സോസ്, ഒരു 3 ടീസ്പൂൺ സോയ സോസ് ചേർത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ,
1/2 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ഓയിൽ. സെസമി ഓയിലാണ് ഉപയോഗിച്ചത്, എള്ളെണ്ണ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ പുറത്തൊഴിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ 3 കോണ്ടിമെൻറ്റ്സും റെഡിയാണ്, റൈസും റെഡിയാണ്, ചിക്കനും റെഡിയാണ്. ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചേക്കുമായിരുന്നു. ഇനി ഇതെടുക്കാം. ചിക്കനെ നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഒരു 3 മിനിറ്റ് ഇടണം. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത സ്റ്റോക്ക് കുറച്ച് ബാക്കിയുണ്ട്. ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റൈസ് പ്രിപ്പറേഷനൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 3 മിനിറ്റോളമായി മതിയാവും. ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. നല്ല ജ്യൂസി ആയിട്ടായിരിക്കും. അകം കണ്ടോ, ജ്യൂസ് നന്നായിട്ട് ഇറങ്ങും. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ സൈഡും അതുപോലെ. ഇത് ജ്യൂസ് ഇറങ്ങുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ജ്യൂസി ആയിട്ടായിരിക്കും. ശരിക്കും കട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ വരത്തില്ല. പുള്ളി ചെയ്തെടുക്കാവുന്ന പോലെ ടെൻഡറാണ് മീറ്റ്. കട്ട് ചെയ്ത പീസസ് പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കാം. അതിൻ്റെ കാർട്ടിലേജിൻ്റെ സൈഡിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് ബോണിൻ്റെ സൈഡിൽ കൂടെ. ഇതേപോലെ മറ്റേ സൈഡിലും എടുക്കുക. മീറ്റ് ഒത്തിരി വേസ്റ്റ് ആവാത്ത പോലെ ആ ബോർഡെ ചേർത്ത് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കനെ ഡീബോൺ ചെയ്തു, എന്നാലും കുറച്ച് മീറ്റൊക്കെ ഉണ്ടാവും കുറച്ച്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. നമുക്കിത് ഒന്ന് സ്ലൈസ് ചെയ്യാം. സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ലൈസ് ചെയ്യാം. ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്നത് കാണിക്കാം. ഹൈനനീസ് ചിക്കൻ റൈസ് അസംബ്ലി നമുക്ക് കാണാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. നമുക്ക് റൈസ് ആദ്യം ഒരു ചെറിയ ബോളിലേക്ക് എടുക്കാം. ഇതാദ്യം വെക്കാം. ഇതിലേക്ക് ചിക്കൻ വെക്കാം. ക്യൂക്കമ്പർ, സിംഗപ്പൂരിൻ്റെ നാഷണൽ ഡിഷായ ഹൈനനീസ് ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോയ സോസ് ഉണ്ടല്ലോ, ആ ഒരു കോണ്ടിമെൻറ്റ് ഒന്ന് ഒഴിച്ചിട്ട് സെർവ് ചെയ്യുന്നതാണ് മോർ ടേസ്റ്റി. അതേപോലെ തന്നെ ചിക്കൻ കഴിക്കുമ്പോൾ ആ ചില്ലി സോസിലൊന്ന് ഡിപ്പ് ചെയ്ത് റൈസിനൊപ്പം കഴിക്കുമ്പോൾ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.